ഹലോ ഫ്രണ്ട്സ്, നമ്മളെ പൈത്തൺ ട്യൂട്ടോറിയൽ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പൈത്തൺ എങ്ങനെ നമുക്ക് ഉബുണ്ടുവിൽ റൺ ചെയ്യിക്കാം, അല്ലെങ്കിൽ നമുക്ക് പൈത്തൺ എങ്ങനെ നമുക്ക് ഉബുണ്ടുവിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ പൈത്തണിലെ ഹലോ വേൾഡ് എങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ഉബുണ്ടുവിൽ പൈത്തൺ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത വേർഷൻ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ടെർമിനൽ എടുത്തിട്ട് നമ്മൾ പൈത്തൺ ക്യാപിറ്റൽ V എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഓൾറെഡി ഇൻസ്റ്റാൾ ആയിട്ടുള്ള പൈത്തണിൻ്റെ വേർഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. എന്താ വെച്ചാൽ ലൈൻ ബൈ ലൈനായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ സിയിൽ എഴുതുന്ന മാതിരി തന്നെ ഇതിലും കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോസിൽ നോക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് എങ്ങനെ ഈ ഒരു ID വെച്ചിട്ട് നമുക്ക് ഈ ടെർമിനലിൽ നമുക്ക് എങ്ങനെ പൈത്തണിൽ ഹലോ വേൾഡ് എങ്ങനെ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൈത്തൺ ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, എൻ്റർ അടിക്കുക. അപ്പോൾ നമുക്ക് പൈത്തൺ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പൈത്തണിൻ്റെ കമാൻഡ്സ് കൊടുക്കാനുള്ള ഒരു ഇൻ്റർഫേസ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആ ഒരു സ്പേസിലാണ് നമ്മൾ കമാൻഡ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. കണ്ടോ, നമ്മൾ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിൻ്റ് എന്ന് പറഞ്ഞ ഒരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രിൻ്റ് എന്ന് കൊടുത്തിട്ട് എന്താ വേണ്ടത്, സ്ട്രിങ് ആണെങ്കിൽ നമ്മൾ ഡബിൾ കോഡ്സിൽ കൊടുക്കാം, എന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്യാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. കണ്ടോ, ഹലോ വേൾഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. ഇനി നമ്മൾ രണ്ട് നമ്പർ തമ്മിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം, ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ A = 5 എന്ന് കൊടുത്തു, പിന്നെ നെക്സ്റ്റ് നമ്മൾ B = 10 കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ റിസൾട്ട് ഒരു പ്രിൻ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേരിയബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വേരിയബിളിൻ്റെ ടൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു വീഡിയോയിൽ നോക്കാം. ഉണ്ടോ, അപ്പോൾ എയിലുള്ള ബിയിലുള്ള വാല്യൂസ് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്ത് ചെയ്യാം, ഈ ഒരു ഇതൊന്ന് എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്വിക്ക് എന്ന് പറഞ്ഞ ഒരു കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ തിരിച്ച് നമ്മളെ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. കമാൻഡ് എന്നത് നമ്മളെ ലിനക്സിലുള്ള ടെർമിനലിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ പൈത്തൺ 2. ഇത് എന്ത് ചെയ്യാം, നമുക്കൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പൈത്തൺ 3 എങ്ങനെ നമുക്ക് എനേബിൾ ആക്കാൻ നോക്കാം. അപ്പോൾ അതിന് കൂടെ വരുന്നതാണ് ഒരു ഇൻസ്റ്റാൾ ചെയ്യേണ്ടതാണ് പിപ്പ് എന്ന് പറയുന്നത്. പിപ്പ് എന്ന് പറയുന്നത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, പിപ്പ് കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റ്റേണൽ ലൈബ്രറീസൊക്കെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വേർഷൻ അറിയണമെങ്കിൽ നമുക്ക് പിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൈത്തണിൻ്റെ വേർഷൻ എടുക്കുന്ന മാതിരി തന്നെ പിപ്പ് -V അടിച്ചാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേർഷൻ അറിയാൻ പറ്റും. കേട്ടോ, ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ നമ്മളത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് അവിടെ കാണിച്ചു തരുന്നുണ്ട്. sudo apt get install എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, sudo apt എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പൈത്തൺ 2 എങ്ങനെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ആ കമാൻഡ് നമ്മളിവിടെ ടെർമിനലിൽ കൊടുക്കുക. നമ്മൾ sudo കൊടുത്തുകൊണ്ട് നമ്മൾ റൂട്ടിൻ്റെ പാസ്വേഡ് കൊടുക്കുക. നമുക്ക് അൺഇൻസ്റ്റാൾ ആയിട്ടില്ല. അപ്പോൾ അതെന്ത് ചെയ്യുക, നമ്മൾ ഈ 2 കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിൻ്റെ അടുത്ത നമ്പറും കൂടി കൊടുത്തിട്ട് 2.7 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കൊടുക്കുക. അപ്പോൾ അൺഇൻസ്റ്റാൾ ചെയ്യണമെന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. കണ്ടിന്യൂസ് കൊടുത്താൽ നമുക്കത് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഉണ്ടോ, ഓരോ സ്റ്റെപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൈത്തൺ 3 എങ്ങനെ എനേബിൾ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പൈത്തൺ v എന്ന് അടിച്ചാൽ നമുക്ക് ആ ഒരു നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളത് അവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എങ്ങനെ പൈത്തൺ 3 എനേബിൾ ചെയ്യാൻ നോക്കാം, ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉബുണ്ടുവിലെ apt get എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. എന്താ വെച്ചാൽ ഇതിൻ്റെ ഡിപ്പെൻഡൻസി ഫയലുകളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് sudo apt get install python എന്ന് കൊടുക്കാം, python 3 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പൈത്തൺ ഈസ് ഓൾറെഡി ദി ന്യൂവസ്റ്റ് വെർഷൻ എന്ന് പറഞ്ഞിട്ട് 3.6 എന്ന് പറഞ്ഞ സംതിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു പൈത്തൺ എന്ത് ചെയ്യാം, നമ്മൾ അതിൻ്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ, അപ്പോൾ നമ്മൾ ഈ ഒരു കമാൻഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പൈത്തൺ 3 എന്ത് ചെയ്യുക, പൈത്തൺ 3 നമ്മൾ പൈത്തണിലേക്ക് ഒന്ന് റീഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പൈത്തൺ -V എന്ന് അടിച്ചാൽ നമുക്ക് പൈത്തൻ്റെ വേർഷനും പിന്നെ പൈത്തൻ്റെ കമാൻഡൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പൈത്തൺ 3 എന്ന് അടിച്ചിട്ട് V അടിച്ചാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് വേർഷൻ കിട്ടും. അപ്പോൾ ഇനി ഒന്ന് നോക്കാം നമുക്ക്. ഇതുണ്ടോ, പൈത്തൺ 3 -V എന്ന് കൊടുത്താൽ നമ്മൾ പൈത്തൻ്റെ വേർഷൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പൈത്തൺ എന്ന് കൊടുത്തിട്ട് വേർഷൻ നോക്കാം. അതിനാണ് നമ്മൾ മുകളിലത്തെ കമാൻഡ് യൂസ് ചെയ്തത്. പൈത്തൺ 3 എന്ന് നമ്മൾ എന്ത് ചെയ്തു, പൈത്തൺ ആക്കി മാറ്റി. അപ്പോൾ ഉണ്ടോ, പൈത്തൺ V എന്ന് കൊടുത്താൽ നമുക്ക് പൈത്തൺ 3ൻ്റെ വേർഷൻ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതുള്ളത് പിപ്പാണ്. പിപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ലൈബ്രറീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, പൈത്തൺ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിപ്പ് എന്ന് പറയുന്നത്. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് എന്ത്, ഗെറ്റ് ഇൻസ്റ്റാൾ ഒക്കെ പറഞ്ഞിട്ടുള്ള പിപ്പ് പൈത്തൺ 3 പിപ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കമാൻഡും കാര്യങ്ങളൊക്കെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാം. അപ്പോൾ അത് ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പിപ്പിൻ്റെ വേർഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതുണ്ടോ, നമ്മൾ പിപ്പ് V എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ പിപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് കാണിക്കുന്നുണ്ട്. നമ്മൾ പിപ്പ് 3 ആണ്, പൈത്തൺ 3ലുള്ള പിപ്പാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടോ പൈത്തൺ പിപ്പ് 3 വേർഷൻ എന്ന് കൊടുത്താൽ -V എന്ന് കൊടുത്താൽ പിപ്പിൻ്റെ വേർഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിപ്പ് 3 എന്നുള്ളത് പിപ്പാക്കി മാറ്റണം. അതിനുള്ള കമാൻഡാണ് ഇപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ പൈത്തൺ 3 മാറ്റിയ മാതിരി തന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിപ്പ് 3നെ നമ്മൾ പിപ്പിലേക്കൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ ആ കോഡ് എടുത്തിട്ട് നമ്മൾ കൊടുക്കാം. ഇനി നമ്മൾ പിപ്പ് 3 വേർഷൻ കൊടുത്താലും കിട്ടും. ഇനി പിപ്പ് വേർഷൻ കൊടുത്താലും നമുക്ക് ലേറ്റസ്റ്റ് വേർഷൻ്റെ പിപ്പ് കിട്ടും. കേട്ടോ, അപ്പോൾ നമ്മളെ പൈത്തണും പിപ്പും നമ്മളെ ഇൻസ്റ്റാളേഷനും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൈത്തൺ വേർഷൻ കൊടുത്താൽ പൈത്തൻ്റെ വേർഷൻ കിട്ടും, അല്ലെങ്കിൽ പൈത്തൺ V എന്ന് കൊടുത്താൽ പൈത്തൻ്റെ വേർഷൻ കിട്ടും. ഇനി നമുക്ക് പൈത്തണിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യുക, പൈത്തൺ കൊടുത്താൽ മതി. ഇതിൽ നമുക്കൊരു ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രിൻ്റ് ഹലോ എന്ന് കൊടുത്താൽ നമുക്കത് പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇപ്പോൾ നമ്മൾ പ്രിൻ്റ് ഹലോ എന്ന് കൊടുത്തപ്പോൾ നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എറർ എന്താ വെച്ചാൽ നമ്മളിതിൻ്റെ ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ല. പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ സ്ട്രിങ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യണതും അല്ലെങ്കിൽ പൈത്തൺ 3ലേക്ക് കൺവേർട്ട് ചെയ്തതൊക്കെ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ജസ്റ്റ് സിമ്പിളായിട്ട് എങ്ങനെ നമുക്കൊരു പൈത്തൺ പ്രോഗ്രാം എഴുതാം, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ നമ്മൾ .c എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ .cpp എന്നൊക്കെ പറഞ്ഞ് C++ ഒക്കെ ചെയ്യുന്ന മാതിരി തന്നെ എങ്ങനെ ഒരു ഫയൽ എഴുതിയിട്ട് നമുക്ക്
py എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്തിട്ട് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, താങ്ക് യു.